എൻ്റെ വീട്ടിലും അവരുടെ വീട്ടിലും കുടുംബാംഗങ്ങളുടെ എണ്ണം അത്രയും തന്നെ. പാചകത്തിന്റെ അളവാണെങ്കിലോ ഏകദേശം അതും ഒരുപോലെയൊക്കെ തന്നെ. പക്ഷേ അവരുടെ വീട്ടിൽ മാത്രം LPG കുറച്ചുകൂടെ നീണ്ട കാലം നിൽക്കുന്നു. ഏതൊരു കാര്യം എടുത്താലും മാജിക് ആൻഡ് ട്രിക്സ് ചിലപ്പോഴൊക്കെ വർക്ക്ഔട്ട് ആവും. പക്ഷേ അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് ഫങ്ഷൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോൾ എവിടെ അനാവശ്യമായിട്ടുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കാം. ശരിക്കും പറഞ്ഞാൽ അതിലല്ലേ കാര്യം. കുറച്ച് ഫിസിക്സും കുറച്ച് ഹിസ്റ്ററിയും, കുറച്ച് കളി, കുറച്ച് കാര്യമായി. ഓരോ ഘട്ടത്തിലും അതിൻ്റെതായ റെലവെന്റ് എക്സാമ്പിൾസ് ആയിട്ടാണ് വളരെ സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് മാത്രം. വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പാത്രങ്ങൾ പുതിയത് മേടിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ അടുക്കള കലവറയിൽ നിന്ന് ഓരോ വിഭവങ്ങൾക്കും നമ്മുടെ അടുപ്പിന് അനുയോജ്യമായ പാത്രങ്ങൾ എങ്ങനെയാണ് നോക്കി തിരഞ്ഞെടുക്കുക. സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ. നിങ്ങളുടെ സമയം ഏതായാലും വേസ്റ്റ് ആവില്ല, അത് തീർച്ച. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നല്ല ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഉദാഹരണവും കൂടെ പറയാം. ആ ഉദാഹരണം ഞാൻ പിന്നീട് പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നല്ല ചടപടയെന്ന് മനസ്സിലാവാനായിട്ട് സഹായിക്കും. ഓക്കെ, സോ why wait? Let's start off. So here we go. And this is Gotsi from Gotzi's version Malayalam and welcome. ടെക്നോളജിയെ കുറിച്ച് വലിയ അറിവൊന്നും എനിക്കില്ല എങ്കിൽ തന്നെയും ഒരു ടെക്നോളജി ബേസായ ഒരു ഉദാഹരണമാണ് എൻ്റെ മനസ്സിൽ ലഡ്ഡുപൊട്ടിയത്. വാഹനങ്ങളെ സംബന്ധിച്ച് എയറോഡൈനാമിക് ഷേപ്പ് എന്നുള്ള ഈ ഒരു പദം നമ്മൾ ചിലരെങ്കിലും കേട്ട് കാണുമായിരിക്കും. കേട്ടിട്ടില്ല എങ്കിൽ ഡോണ്ട് വറി, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. കുറേയൊന്നുമല്ല, നമുക്ക് ആവശ്യമുള്ള കുറച്ച്. അറിവുള്ളവർക്ക് ഇതിനെക്കുറിച്ച് പറയാൻ കുറേ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇതിലിപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്രയും മാത്രം നമുക്ക് എടുക്കാം. ആദ്യകാലങ്ങളിൽ വിൻഷീൽഡ്, അതായത് നമ്മുടെ വാഹനങ്ങളുടെ ആ മുൻപിലത്തെ ഗ്ലാസ് വെറും ഫ്ലാറ്റായ ഒരു ഗ്ലാസ് പീസ് ആയിരുന്നു. ഗ്ലാസ് ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ മുൻപിൽ നിന്ന് വരുന്ന കാറ്റ് വാഹനം മുൻപോട്ട് സഞ്ചരിക്കാൻ കുറച്ചും കൂടെ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതേസമയം ഈ ഗ്ലാസ്സിന് ചെറിയ ഒരു വളവ് കൊണ്ടുവരുവാണെങ്കിൽ എതിർദിശയിൽ നിന്ന് വരുന്ന കാറ്റ് അത് സൈഡിലൂടെ കടത്തിവിടുകയും ഈ വാഹനത്തിന്റെ മുൻപോട്ടുള്ള സഞ്ചാരം കുറച്ചും കൂടെ എളുപ്പകരവും ആക്കുന്നു. അപ്പോൾ ഈ വളഞ്ഞ ഷേപ്പാണ് എയറോഡൈനാമിക് ഷേപ്പ് എന്ന് വിളിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴത്തെ ചില ജീപ്പുകൾക്കുണ്ടല്ലോ ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്ലാസ് എന്ന് ചിന്തിച്ചവരുണ്ടാവുമല്ലേ? ഐ നോ, ഇത് ഫ്ലാറ്റ് ആണെങ്കിൽ തന്നെയും ജീപ്പുകളിൽ നമുക്ക് കാണാം അത് കുറച്ചും കൂടെ ഒരു സ്ലോപ്പ്, മേളിലേക്ക് ഒരു സ്ലാന്റ് കൊടുത്താണ് അത് അവിടെ വിൻഷീൽഡ് അവർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. സോ കാറ്റ് മേളിലോട്ട് സ്ലോപ്പ് ഉള്ള ഭാഗത്തിലേക്ക് അത് കടത്തി വിട്ടോളൂ. അതേസമയം നമ്മളത് വിമാനത്തിൽ നോക്കുവാണെങ്കിൽ ആ ഒരു വളവിന്റെ ഡിഗ്രി കുറച്ചും കൂടെ കൂടുതലാണ്. ഇത് അത്രമേലും സുലഭമായി കാറ്റ് കടത്തി വിട്ടുകൊണ്ട് ആകാശത്തെ കൈയടക്കി ഭരിച്ച് പറന്നങ്ങോട്ട് നടക്കുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് വെച്ച് നമുക്ക് നിർത്താം. വാഹനത്തിന്റെ കാര്യത്തിൽ കാറ്റ് സൈഡിലൂടെ കടത്തിവിടുന്നത് ഫ്യൂൽ സേവ് ചെയ്യാനാണെങ്കിൽ, പാത്രത്തിന്റെ കാര്യത്തിൽ നമ്മുടെ LPG ഫ്യൂൽ സൈഡിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ലോസ് ആണ്. എന്നാൽ എല്ലാ ഷേപ്പിലുള്ള പാത്രങ്ങളും അത്യാവശ്യം നമ്മുടെ അടുക്കളയിൽ വേണം താനും. അപ്പോൾ എപ്പോൾ എവിടെ എങ്ങനെ എന്നുള്ളത് കാണാം. പാത്രത്തിന്റെ അടിഭാഗം ബേസ് എന്നും മുകളിലേക്ക് കയറി പോകുന്ന ഇതിന്റെ അരിക് സൈഡ് വാൾസ് എന്നും, ഈ വളവ് കർവി, ഇത് സ്ലാന്റ്. നമ്മുടെ സ്റ്റവയിലത്തെ ഈ പാത്രം ഇരിക്കുന്ന സ്റ്റാൻഡ് നമ്മൾ പാൻ ഹോൾഡറിനും എന്നായിരിക്കും വീഡിയോയിൽ വിശേഷിപ്പിക്കാം. പിന്നീട് ചൂട് എപ്പോഴും പകരുന്നത് അപ്പർ ഡയറക്ഷനിലേക്കാണ്, മുകളിലേക്ക്. സോ നമ്മൾ ഈ തീ കൊടുക്കുമ്പോഴത്തേക്കും ഫ്ലാറ്റ് ബേസിലുള്ളത് കുറേയൊക്കെ മാക്സിമം അങ്ങോട്ട് ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്ത് ആ ഭക്ഷണം ചൂടായിക്കൊണ്ട് തിളക്കുന്ന ഡിഗ്രിയിലേക്ക് വരും. പക്ഷേ ഈ ഫ്ലാറ്റ് ബേസും കഴിഞ്ഞ് നിൽക്കുന്ന പാത്രത്തിന്റെ ഭാഗങ്ങളിൽ കൊള്ളുന്ന തീ അത് കുറച്ചൊക്കെ സൈഡിലേക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പരിസരം ചൂടാക്കും. പിന്നെ ആ അപ്പർ ഡയറക്ഷനിലേക്ക് പാത്രത്തിന്റെ സൈഡ് വാൾസ് വക്ക് വരയ്ക്കും. പ്രത്യേകിച്ച് ഈ ചെറിയ സ്റ്റീൽ പാത്രത്തിന്റെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പഴുത്തിരിക്കുകയും ചെയ്യും. എന്നാൽ ഭക്ഷണം ചെറുതായി ചൂടാൻ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴല്ലേ വെച്ചുള്ളൂ എന്നോർത്ത് പെട്ടെന്ന് ആ പാത്രത്തെ എങ്ങാണ്ട് മുട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കൈ മിക്കവാറും ഒക്കെ നമ്മുടെ പൊള്ളിപ്പോകുന്ന കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. അതുകൊണ്ട് മാത്രം നിന്നില്ലല്ലോ, ആ സൈഡ് വാൾസിൽ മുട്ടി നിൽക്കുന്ന ഭക്ഷണം വെള്ളം ഒഴിച്ചുള്ള പാല്, ചായ, ചാറ്, കറി ഇത് എന്താണെങ്കിലും അത് അന്നേരം മുതലേ അതങ്ങോട്ട് കരിയാനും തുടങ്ങും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്
നമുക്ക് ബേൺഡ് ഫ്ലേവർ നമ്മുടെ ടീ, കോഫി ആൻഡ് ചാറുകറിയിൽ ഫ്രീ ആയിട്ട് ലഭ്യമാണ്. സ്ഥിരമായിട്ട് ഈ ഒരു ഫ്ലേവർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ അടുക്കളയിൽ ഒന്നും തന്നെ കരിയാറില്ലെന്ന് കണ്ടറിയാം. ഞാൻ ഇതൊക്കെ ഒന്നും ആരോടും ഒന്നും തന്നെ പറയരുത്, കാണിക്കരുത് എന്നാട്ടോ വിചാരിച്ചത്. പക്ഷേ നമ്മൾ തമ്മിൽ എന്തിനാണ് ഇത്രയും സീക്രറ്റ് അല്ലേ? ഇത് കണ്ടോ, ഇത്രയും ദയനീയമായിട്ട് നിങ്ങളുടെ വീട്ടിൽ കരിയാറുണ്ടോ? ഈ സംഭവ സമയം ഞാൻ ഈ കുടുംബത്തേയില്ല, ഐ ആം ആബ്സെന്റ്. ഇത് ആരാണ്, എങ്ങനെയാണ്, എന്തിനാണ് എന്നൊക്കെ ഒന്നും എന്നോട് ചോദിച്ചേക്കരുത്. ഞാനിതാ എൻ്റെ തിരുക്കൈകൾ ഇതിൽ നിന്ന് കഴുകിയിരിക്കുകയാണ്. എന്നും വെച്ച് ഈ ചെറിയ പാത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടിയിരിക്കാൻ പറ്റും. ബിക്കോസ് ഇവരൊക്കെ നമ്മുടെ സോ വെരി വെരി ജീവിതത്തിന്റെ ഭാഗമാണ് അല്ലേ? ഈ ചെറിയ പാത്രങ്ങൾ നമ്മൾ തന്നെ മേടിച്ചതാവണമെന്നില്ല. നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതോ അല്ലെങ്കിൽ ആ വീട്ടിലെ അമ്മമാര് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് വന്നതുമാവാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ സ്റ്റവിന് അനുയോജ്യമായ, ഒരുപാട് കരിയാത്തതും ഒരുപാട് ഗ്യാസ് വേസ്റ്റ് ചെയ്യാത്തതായ ഒരു പാത്രം എങ്ങനെയാണ് നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് പാല് കാച്ചിൽ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ അങ്ങോട്ട് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് തുടക്കം കുറിച്ചാലോ? കം ഓൺ, ലെറ്റ്സ് ഡു ദാറ്റ്. എനിക്കിതാ ഇപ്പൊ ഇവിടെ ഇതുപോലത്തെ 6 പാത്രങ്ങളുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് എൻ്റെ സ്റ്റവയിൽ എന്തുകൊണ്ട് ഉപയോഗിക്കണം, എന്തുകൊണ്ട് അരുത് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഓരോന്നായി കാണാം. ഓക്കെ, ഇതാണിപ്പോൾ എൻ്റെ ഏറ്റവും ചെറിയ ബേണറിൻ്റെ സൈസ്. ഇത് രണ്ടും എനിക്ക് ഒരേ സൈസാണ്, പക്ഷേ കത്തുന്നത് ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് സ്റ്റൗ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്റ്റൗ ശരിക്കും നമുക്കറിയാലോ. അപ്പോൾ കത്തുന്നത് അത് ഫുള്ളും നന്നായിട്ട് കത്തും, ഇത് അത്ര അങ്ങോട്ട് കത്തില്ല. അപ്പോൾ ഇതിൽ തന്നെയാണ് ഞാൻ ഇത് വെക്കുന്നതെങ്കിൽ തന്നെയും ഇത് ഏറ്റവും കുറഞ്ഞ് വെച്ചാലും ഈ സൈഡ് വോള് എത്ര കുറച്ച് വെച്ചാലും ഈ സൈഡ് വോൾസ് ഈ പാത്രത്തിൻ്റെ കരിയാൻ തുടങ്ങും. അപ്പം നമ്മൾ പാലോ ചായയോ വെച്ചാൽ തന്നെ ആ സൈഡിലത്തെ ആ ഭാഗങ്ങൾ ഇത് വെക്കുമ്പോൾ അന്നേരം മുതലേ തന്നെ അങ്ങോട്ട് കരിയാൻ തുടങ്ങും. ഇവിടെ ഈ വലിയ ബേണറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഇത് ഈ സ്റ്റവിന്റെ പാൻ ഹോൾഡേഴ്സിൽ മുട്ടി അല്ല ഇരിക്കുന്നത്. ഇത് ആബ്സല്യൂട്ട്ലി അങ്ങോട്ട് ആ ബേണറിന്റെ മേലെയാണ് ഇരിക്കുന്നത്. പക്ഷെ എത്ര കുറച്ച് വെച്ചാലും ഇതിന്റെ സൈഡ് വാൾസിലേക്ക് തീ മുട്ടുന്നത് കൊണ്ട് അങ്ങോട്ട് വെക്കുന്ന ഉടൻ തന്നെ കരിയാൻ തുടങ്ങും, വെള്ളം ഒഴിച്ച് ബാക്കി എന്താണെങ്കിൽ തന്നെ. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 3 മുട്ട പുഴുങ്ങാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചായ അരിച്ചൊഴിച്ച് വെച്ചത് ഇതിലേക്കാണെങ്കിൽ ചായ ചൂടാക്കി എടുക്കാനും കൂടെ ഞാൻ ഈ പാത്രം ഉപയോഗിക്കാറുണ്ട്. ഈ പാത്രം അതിനെക്കാട്ടിലും ചെറുതും നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കുന്നത് കൊണ്ടും കുറച്ചു നാളും കൂടെ അവിടെ സുന്ദരിയായിട്ട് ഇരുന്നോട്ടെ എന്ന് കരുതി സ്റ്റവ്വേൽ വെച്ച് ഉപയോഗിച്ചിട്ടുള്ളത് വളരെ കുറവാണ്. ഇത് ആദ്യത്തെ പാത്രം അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല വലിപ്പമുള്ളതാണ്. പക്ഷേ ഇതും ബേസ് ഈ കാണുന്ന ഈ വട്ടം മാത്രമേ ഉള്ളൂ. അതിനുശേഷം കുറച്ച് കൂടുതൽ ഡിഗ്രിക്ക് വളഞ്ഞാണ് ഈ പാത്രം സൈഡ് വാൾസിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ പാത്രം വലുതാണെങ്കിലും ഏറ്റവും ലോ ഫ്ലെയിമിലെ ഇത് നമുക്ക് വെക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് കുറച്ച് കാര്യമായിട്ട് തന്നെ അങ്ങോട്ട് കരിയും. പാത്രം നേരിയതായതുകൊണ്ട് ഇത് പാലോ മറ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 തവണ കൂടുതൽ നമ്മൾ ഇളക്കി കൊടുക്കണം. പിന്നെ അത്രയും കൂടുതൽ പാല് ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുന്നത് കൊണ്ട് അത്രയും കൂടെ കൂടുതൽ നേരം നമ്മൾ അവിടെ നിൽക്കുകയും ചെയ്യണം. ഇനി ഈ ഫ്ലാറ്റ് ബേസ് ഉള്ള പാത്രങ്ങൾ, ഇതിന്റെ സൈഡ് സ്ലാന്റിങ് ആണ്. ഒരു ഭാഗം ശരിക്കിരുന്നാൽ ഇതിന്റെ അടുത്ത ഭാഗം ചരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ഭാഗം കരിഞ്ഞു പോവും. പിന്നെ അരപാത്രത്തിൽ കൂടുതൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ചരിഞ്ഞു പോയാൽ അതുപോലെ തന്നെ ഒഴുകിപ്പോവുകയും ചെയ്യും. ഈ പാത്രം അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ചെറുതാണ്. പക്ഷേ ഇതിന്റെ ഈ സ്ലാന്റ് ഈ പാൻ ഹോൾഡേഴ്സിലേക്ക് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയും ചെയ്യും. ലോ ഫ്ലെയിമിൽ വെച്ചാൽ സൈഡ് കരിയുമില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റവിന് ഈ ഒരു ചെറിയ പാത്രമാണ് കുറച്ചും കൂടെ അനുയോജ്യം. ഈ ഒരു പാത്രം ഫ്ലാറ്റ് ബേസ് അല്ലെങ്കിൽ തന്നെ ഇതിന്റെ അടിഭാഗം വല്ലാണ്ട് കുഴിയല്ല, പക്ഷെ കുറച്ച് പരപ്പനാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലോല് വെച്ചാൽ ഇതിന്റെ സൈഡ്സ് കരിയില്ല. ഇപ്പോൾ എനിക്കുള്ള ഈ പാത്രങ്ങളിൽ നിന്ന് ഈ സ്റ്റവ് ടോപ്പിൽ ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 പാത്രങ്ങളാണ് ഇത് 2. പാത്രങ്ങൾ ചെറുതാവും തോറും സമയം ഗ്യാസും ലാഭിക്കാം എന്നുള്ളത് ചില സാഹചര്യങ്ങൾ യെസ് ദാറ്റ്സ് റൈറ്റ്, പക്ഷേ എപ്പോഴും അല്ല. ഇതാട്ടോ എൻ്റെ ശരിക്കുള്ള പാനപാത്രം. വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് കാലത്തും ഉച്ചക്കും വൈകിട്ടൊക്കെ ആയിട്ട് 4 തവണ തിളപ്പിക്കണം എന്നാണ് കരുതി വെച്ചത്. പക്ഷേ ഇത് പാത്രം കഴുകാണ്ട് 2 ദിവസത്തിൽ ഞാനിത് 6 തവണ ഞാനിത് തിളപ്പിച്ചു. സൈഡ് വാൾസിലേക്ക് തീ കൊണ്ടുവരാതെ ഞാൻ ശ്രദ്ധിച്ചു വെച്ചതാണ്. ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി നമ്മുടെ ചീനച്ചട്ടിയുടെ കാര്യം.
ഇതിന്റെ കാര്യം പറയുമ്പോൾ ചീനച്ചട്ടിക്കുണ്ടോ ബേസ് എന്നും സൈഡ് വാൾസ് എന്നും വേർതിരിച്ച് പറയാനായിട്ട്? ഇതിൽ നമ്മൾ ഏതൊരു സാധനം നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോഴും ഒരുപാട് അങ്ങോട്ട് തിക്കണ്ട കുത്തണ്ട, പെട്ടെന്ന് തന്നെ കുറച്ചും കൂടെ ബാക്കിയുള്ള പാത്രങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഇതിലേക്ക് അങ്ങോട്ട് വിട്ട് കിട്ടും. പിന്നെ നടുവ് നല്ലവണ്ണം കുഴിഞ്ഞ ചീനച്ചട്ടിയാണെങ്കിൽ താളിക്കാനും ഡീപ് ഫ്രൈ ചെയ്യാനും എണ്ണ അത്രയും കൂടെ കുറച്ച് മതിയാവും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഹൈലൈറ്റ്. ഇനി ഇയാളുടെ ഡിസഡ്വാൻറ്റേജസും അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളത്. പാത്രത്തിന്റെ ഷേപ്പ് ഏത് തന്നെ ആയാലും തീ അതിനനുസരിച്ച് പാത്രം അങ്ങോട്ട് പൊതിഞ്ഞു നിന്നോളും എന്നുള്ള ഒരു കാര്യം ശരിയാണ്. പക്ഷേ നമ്മൾ കണ്ട ഉദാഹരണത്തിനനുസരിച്ച് വിമാനത്തിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ചീനച്ചട്ടിയിൽ പാചകം ചെയ്യാൻ നേരം ഒരു കുറച്ചൊക്കെ തീ വേസ്റ്റായി പോകും എന്നുള്ള ഒരു കാര്യം യാഥാർത്ഥ്യം. ചില നേരത്തൊക്കെ അല്ല, ചില വിഭവങ്ങൾക്കൊക്കെ നമ്മൾ ചീനച്ചട്ടി എടുക്കണോ ഇനിയിപ്പോൾ വലിയ ഉരുളി എടുത്ത് വെച്ച് അത്ര ഗ്യാസ് വേസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ചിന്തിക്കും. അപ്പൊ ഈ ഒരു ഉദാഹരണം കൊണ്ട് ആ ഒരു കാര്യം നമുക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇതിന് ഫ്ലാറ്റ് ബേസ് ഒട്ടും തന്നെ ഇല്ലാത്തത് കൊണ്ടും പകരം ഓൾമോസ്റ്റ് വി ഷേപ്പ് എന്നതുപോലെ കൂടുതൽ ഡിഗ്രിക്ക് ഇതിന്റെ ബേസ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് കൊണ്ടും തീ നല്ലവണ്ണം ഹൈ ഫ്ലെയിമിൽ നമ്മളത് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അടിയിൽ തീ കട്ടിയും മേളിലേക്ക് ഉയരും തോറും ഇത് തീ നേരിയതായി കുറച്ചൊക്കെ പാളിപ്പോവുകയും കൂടെ ചെയ്യും. അതുകൊണ്ട് തന്നെ പാചകത്തിന്റെ ആദ്യമോ അവസാനമോ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വാട്ടാനായിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാലും ബാക്കിയുള്ള വേവിക്കാനുള്ള നേരം നമ്മളിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രം വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. മെഴുക്ക് വരട്ടിയും തോരനും ഇതുപോലെ ഡ്രൈ ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം. നല്ലവണ്ണം ചാറ് കറിയായിട്ട് വെക്കുമ്പോൾ അത് 60 to 50% മാത്രം തീ കൊടുക്കാൻ ശ്രദ്ധിക്കാം. സെമി ഗ്രേവി ആയിട്ടാണ് ചീനച്ചട്ടിയിൽ വെച്ചെടുക്കുന്നതെങ്കിൽ, അതായത് അതിലുള്ള കറിയുടെ അളവിന്റെ ഒരു 40 to 50% മാത്രം തീ കൊടുക്കുക. എന്നിട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിക്കുക. ഇങ്ങനെയാവുമ്പോൾ അത് ഒരുപാട് ഗ്യാസ് വേസ്റ്റ് ആവില്ല. ചില വിഭവങ്ങൾക്ക് നമുക്ക് ഉരുളി തന്നെയാണ് വേണ്ടത്. അതിപ്പോൾ ഞാൻ ഇവിടെ വിവരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ അങ്ങോട്ട് വല്ലാണ്ട് നീണ്ടുപോകും. കൂടുതൽ അപ്പച്ചട്ടിയും അപ്പൊ അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ചീനച്ചട്ടിയും വേറെ ഒരു 2 മൺചട്ടിയുമായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുക്കളയിലെ പ്രധാനികൾ. മെഴുക്ക് പുരട്ടി, തോരൻ, ഉപ്മ, മുട്ടക്കറി, ഡീപ് ഫ്രൈ ഇതൊക്കെ ഇതിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. അഥവാ ഇതിൽ പലതും ഇരിപ്പുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ ഇത് ഒഴിവാക്കി കഴുകി വൃത്തിയാക്കി ഇത് തന്നെ അങ്ങോട്ട് അടുപ്പയിൽ പ്രതിഷ്ഠിച്ചെങ്കിലേ എനിക്ക് സമാധാനം ആവുള്ളായിരുന്നു. പക്ഷേ ഇപ്പൊ കാലക്രമേണ കുറച്ച് മാറ്റങ്ങൾ വരാണ്ടില്ല കേട്ടോ അടുക്കളയിൽ. ഇത് ഞാൻ മേടിച്ചിരിക്കുന്ന പ്രസ്റ്റീജ് ടിടിക്കയുടെ ഒരു 5 പീസ് സെറ്റാണ്. 3 പാത്രങ്ങളും 2 അടപ്പും. ഇത് ആദ്യത്തെ പാത്രം. ചായ വെക്കൽ ഇവിടെ എൻ്റെ വീട്ടിൽ വളരെ കുറവാണെങ്കിൽ തന്നെ ഗസ്റ്റ് വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതലായി ചായ വെക്കാൻ ഇങ്ങനെ ഒരു പാത്രം വേണം എന്ന് കരുതി മേടിച്ചതാണ് ഈ ഒരു പാത്രം. സെറ്റ് ആണെങ്കിൽ തന്നെ പാലും ചായയും മാത്രമല്ല കേട്ടോ, ഞാൻ ഇതില് വേറെ കുറച്ച് വിഭവങ്ങളും കൂടെ ഉണ്ടാക്കാറുണ്ട്. കാരണം ഇതില് നമ്മൾ ഈ സിംഗിൾ ഹാൻഡിൽ ആയിട്ട് കാണുന്ന പാത്രങ്ങളാണല്ലോ ഈ പാൻ എന്ന് വിളിക്കാം. ഇല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 പിടി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോൾ കണ്ടതാണ്. വളരെ സെയിം ടു സെയിം പാത്രമാണിത്. ഇതും പ്രസ്റ്റീജ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ചോറും കറി ഒക്കെ വെക്കാൻ തോന്നും അല്ലെ. ആ ഒരു ഹാൻഡിലിന്റെ വ്യത്യാസത്തിൽ തന്നെ നമ്മൾക്ക് ആ ഒരു പാത്രത്തോടുള്ള ഒരു ഐഡിയോളജി മൊത്തത്തിൽ തന്നെ അങ്ങോട്ട് മാറിപ്പോണേ. അപ്പോ സ്ഥിരമായിട്ട് പാലും ചായയും വെക്കുന്ന വീടുകളാണെങ്കിൽ അത് അതിനായിട്ട് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെക്കുന്നത് നല്ലതാണ്. പക്ഷെ എന്നെ പോലെ വല്ലപ്പോഴും വരുന്ന ഒരു ഗസ്റ്റിനായിട്ട് ആ പാത്രം അങ്ങോട്ട് അത്രയും കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് മാറ്റി വെക്കണ്ടല്ലോ. അപ്പോ ഞാൻ ഇതില് പാലും ചായയും അല്ലാണ്ട് ഇതിൽ ചോറ് കഞ്ഞി വെക്കാറുണ്ട്. കുറച്ചായിട്ട് ഒരു 1/2 പാത്രത്തോളം വരുന്ന കഞ്ഞിയൊക്കെയാണ് വെക്കുന്നതെങ്കിൽ, പച്ചരിയൊക്കെയാണ് എങ്കിൽ ഇതിൽ തിളക്കാൻ നേരം അതിലിങ്ങനെ പതഞ്ഞു പൊങ്ങി പുറത്തേക്ക് വരും. അപ്പോൾ ആ അളവിൻ്റെ ഉള്ള ഒരു കുറച്ചൊന്ന് വെള്ളം വറ്റിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ തന്നെ ഈ ഗ്ലാസ് അടപ്പ് നമുക്ക് അതിലേക്ക് പൂർണ്ണമായിട്ട് അടച്ചു വെക്കാൻ ഒക്കുകയുള്ളൂ. അതല്ലാണ്ട് ഞാൻ ഇതിന് പരിപ്പ് ചാറ് വെക്കാനും പായസം വെക്കാനും ഒക്കെയാണ് കൂടുതലും ശരിക്കും പറഞ്ഞാൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സിംഗിൾ ആൻഡ് ലോങ് ഹാൻഡിൽസ് കാണുമ്പോൾ നമ്മൾ പാൻസ് ആൻഡ് സോസ് പാൻസ് എന്നും, ഡബിൾ ഹാൻഡിൽ കാണുമ്പോൾ നമ്മൾ ചട്ടി ആൻഡ് കലംസ് എന്നായിരിക്കും വിളിക്കുക. ആഫ്റ്റർ ഓൾ ഒരു പീഡിയുടെ കാര്യം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവന്റെ തലയെഴുത്ത് തന്നെ നമ്മൾ അങ്ങോട്ട് മാറ്റി കുറിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, എന്നും പറഞ്ഞ് എന്തും ഏതിലും പാചകം ചെയ്യാമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചീനച്ചട്ടിയിൽ നമ്മൾ എന്തായാലും പാല് തിളപ്പിക്കില്ലല്ലോ. പക്ഷേ അതും കടത്തി വെട്ടി ചീനച്ചട്ടിയിൽ
ഒരാൾ ചായ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഗസ്റ്റ് ചെന്നപ്പോഴത്തേനും ചായ കുറഞ്ഞു പോയി, കൂടുതൽ ആൾക്കാർ ചെന്നപ്പോഴത്തേനും. അപ്പോൾ പെട്ടെന്ന് ഒരു ചീനച്ചട്ടി എടുത്തു വെച്ചേക്കണ്. അതാണെങ്കിൽ അങ്ങോട്ട് അതിൻ്റെ ആ ചെവിയും പിടിയൊക്കെ പോയി ആ റിവിറ്റഡ് ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഓട്ടയാണ്. അങ്ങനത്തെ ഒരെണ്ണം എടുത്ത് വെച്ചേക്കണ്. ഷോ, ആരെയും കളിയാക്കുന്നതല്ല, പക്ഷെ ഇല്ലാത്ത ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇത് ചില സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാമായിരിക്കും. പക്ഷെ ഇത് അങ്ങനെ ഒരു ദാരിദ്ര്യം പറ്റിയൊരു വീടോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും തന്നെ ആയിരുന്നില്ല. എന്നിട്ടാണ് ആ പണി കാണിച്ചത്. ഇതൊക്കെയാണോ ചരിത്രം മാറ്റി എഴുതുക എന്നൊക്കെ പറയണത്? ഇത് ആ സെറ്റിലത്തെ രണ്ടാമത്തെ പാത്രം. ഇതിൽ നമുക്ക് ഷാലോ ഫ്രൈയും ഡീപ് ഫ്രൈയും ചെയ്യാം. പക്ഷെ എങ്കിൽ തന്നെയും ചില മസാല, ചില കോട്ടിങ് ഇതിൽ സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് പിടിന്ന് അങ്ങോട്ട് പിടിക്കും. വറുക്കാനായിട്ട് സൗകര്യപൂർവ്വം ബാക്കി ചില മെറ്റൽ പാത്രങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ടെൻഷൻ എടുത്ത് ഈ ഒരു പാത്രം ഞാൻ ഉപയോഗിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഫ്രൈന് ഇത് യൂസ് ചെയ്യാറില്ല. ചില സ്റ്റിയർ ഫ്രൈയും ഡ്രൈ റോസ്റ്റ് ഒക്കെ ചെയ്യാൻ നല്ലതാണ്. പക്ഷെ എങ്കിൽ തന്നെ ഇളക്കാൻ നേരം കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമായിരുന്നേ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ ഇല്ലാണ്ടില്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഒരു പാത്രം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് കുറവാണ്. ഇപ്പോൾ ഇങ്ങനത്തെ സ്റ്റീൽ പാൻസ് ഷാലോ ഫ്രൈയും ഡീപ് ഫ്രൈന് ചില റെസിപ്പീസിൽ ഉപയോഗിക്കാമായിരിക്കാം. പക്ഷേ എങ്കിൽ തന്നെ സ്റ്റീൽ എന്ന് പറയുമ്പോൾ മറ്റ് മെറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പം തന്നെ പിടിക്കും. അപ്പോൾ ഫ്രൈ ചെയ്താൽ ചിലപ്പോൾ പിടിച്ചേക്കാം എന്നുള്ളത് കൊണ്ടും ഡ്രൈ ആൻഡ് സ്റ്റിയർ ഫ്രൈ ചെയ്താൽ പാൻ എന്നുള്ള പേരുള്ളത് കൊണ്ട് തന്നെ ഹൈറ്റിന് പരിമിതി ഉള്ളത് കൊണ്ടും ഈ ഒരു പാന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് വളരെ കുറവാണ്. അപ്പോൾ ഈ കാരണങ്ങൾ വെച്ച് നിങ്ങൾ പാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പാത്രം മേടിക്കാൻ ചെല്ലുമ്പോൾ സ്റ്റീൽ അല്ലാണ്ട് മറ്റേതെങ്കിലും മെറ്റൽ ആവാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആക്ച്വലി പ്രാക്ടിക്കലി വർക്ക്ഔട്ട് ആവുന്നത് എന്ന് വേണം പറയാൻ. സ്റ്റിയർ ഫ്രൈ റെസിപ്പീസിന് കനം കുറഞ്ഞ പാൻസും ഷാലോ ആൻഡ് ഡീപ് ഫ്രൈന് ഈ നല്ല പഴയ പ്രഷർ പാൻസ് ആണെങ്കിലും നല്ലതാണ്. ഈ സെറ്റിലെ മൂന്നാമത്തെ പാത്രം തോരൻ, മെഴുക് പുരട്ടി, ഉപ്മ, രസം, മോരുചാറ്, മീൻകറി ഇതൊക്കെ പുളി ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ പിന്നീട് അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ട ആവശ്യവുമില്ല. ചിലർക്ക് ചില വിഭവങ്ങൾ ആ ഒരു കറി മാത്രം എനിക്ക് മൺചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചൊവ്വ തോന്നാറുണ്ട് എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അങ്ങനത്തെ കറികളൊക്കെയും ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉണ്ടാക്കാം. മാത്രമല്ല എണ്ണ കുറച്ച് മതി, അളവിൽ കുറച്ച് ഉള്ളെങ്കിൽ എല്ലാ ഡ്രൈ റോസ്റ്റും, ബീഫ് റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കാമെങ്കിൽ കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് സാമ്പാറിനും നമ്മുടെ തേങ്ങ അരച്ച് വെറുതെ താളിച്ച് മാത്രം പിന്നീട് മേലെ ഒഴിച്ചു കൊടുക്കുന്ന കറികൾക്ക് ആ സവാളയൊക്കെ ഒന്ന് നല്ലവണ്ണം ഇങ്ങനെ ബ്രൗൺ ആയി മൊരിഞ്ഞ് കിട്ടുന്നതാണല്ലോ ഒരു നെക്സ്റ്റ് ലെവൽ ടേസ്റ്റിലേക്ക് ആ കറി ഒന്ന് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെയുള്ളതിനൊക്കെ ഇതിൽ നല്ലോണം തന്നെ മൊരിഞ്ഞ് കിട്ടും. അടി കട്ടിയുള്ളതാണ്, എന്നാൽ പെട്ടെന്ന് തന്നെ ചൂടാകുകയും ചെയ്യും. ബാക്കിയുള്ള പാത്രങ്ങളിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് മൊരിച്ചെടുക്കുന്നതെങ്കിൽ ഇതിൽ ലോ ടു മീഡിയം ഫ്ലെയിം മതിയാവും. ഈ പാത്രത്തിന് ആവശ്യമുള്ള ഒരു വീതിയും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹൈറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാത്രം എൻ്റെ അടുക്കളയിൽ പ്രതിഷ്ഠിക്കാത്ത ദിവസം വളരെ കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞ കാലക്രമേണ വന്ന മാറ്റം. ഇപ്പോൾ എൻ്റെ അടുക്കളയിലെ പ്രധാനി ഇയാളാണ്. എൻ്റെ അടുക്കളയിലത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇല്ലെങ്കിൽ വൺ ഓഫ് ദി ഓൾ ഇൻ വൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു പാത്രം കൂടെയാണിത്. ഞാൻ ഈ പ്രസ്റ്റീജ് TTK ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുമെന്ന് ആർക്കെങ്കിലും തോന്നിയോ മനസ്സിൽ? നോ 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 നോട്ട് അറ്റ് ഓൾ. ഞാൻ ഉപയോഗിച്ച് നോക്കിയതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നും ബ്യൂട്ടിഫുൾ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് എടുത്തതാണ്. പക്ഷെ ചീറ്റിപ്പോയി. ഞാൻ ഏതായാലും എടുത്തതാണല്ലോ, അപ്പോൾ പിന്നെ നിങ്ങളൊന്ന് കണ്ടേര്. ഫിസിക്സിലേക്കൊന്നും എത്താൻ പറ്റിയില്ല. അത് പാർട്ട് 2 ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം നാളെ തന്നെ. താങ്ക് യു ഫോർ വാച്ചിങ് ഗോഡ്സ് വേർഷൻ മലയാളം. Take care and goodbye from God.